എന്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഹെഡ്ജിൽ നിന്ന് ഇറങ്ങിയതിനെ കുറിച്ചുള്ളത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങാനുള്ള റീസൺ വേറൊന്നുമില്ല, എനിക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കാലിക്കറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കാലിക്കറ്റിലേക്കാണ്. സാധാരണ ഞാൻ പുതിയ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ബസ്സാണ് പിടിക്കാറ്, പക്ഷേ ഇപ്രാവശ്യം ട്രെയിൻ പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അങ്ങനെ ട്രെയിനും കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ചേട്ടനെ ഞാൻ കണ്ടത്. ആശാൻ ആരോ വിളിച്ച് സിഗരറ്റ് തപ്പി നടക്കുക, ഓരോരോ അവസ്ഥകളെ. കാരണം കാത്തിരുന്ന് ലാസ്റ്റ് ട്രെയിൻ വന്നു കയറിയതും നമുക്ക് ആദ്യം സീറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുറെ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പട്ടാമ്പിയുടെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയുള്ള പ്ലേസ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന്റെ ട്രാവലിന് ശേഷം ഞാൻ നേരെ കോഴിക്കോട് എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതും നല്ല കിടിലം തിരക്കായിരുന്നു അവിടെ. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പും തപ്പി നടക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് പോലും എനിക്ക് അറിയില്ല, കാരണം കോഴിക്കോട് ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ വരുന്നത്. അങ്ങനെ തപ്പി പിടിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴെന്ന് അവടെയും തിരക്ക്. അങ്ങനെ കുറെ ബസ് പോകുന്നു. ശരിക്കും കൊച്ചി പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. ബസ്സൊക്കെ ഭയങ്കര റഷ് ആയിരുന്നു. കുറെ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ പോണ റൂട്ടിക്കുള്ള ബസ് ഇവിടെ എല്ലാം നിർത്തുന്നത്. അങ്ങനെ അവിടുന്ന് ഞാൻ നേരെ മാനാഞ്ചേരിക്കുള്ള വണ്ടി കയറി. അവിടെ പോയി ഇറങ്ങിയതും നമുക്ക് പോകാനുള്ള റൂട്ടിക്കുള്ള ബസ് വന്നായിരുന്നു. അങ്ങനെ ആ ബസ് കയറി നമ്മൾ നേരെ നമ്മുടെ റൂട്ടിക്ക് വിട്ടു. ഓണടിക്കാണിത് വലിയൊരു കുളം കാണുന്നത്. ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും വലിയ കുളമാണ് ഈ സംഭവം. ഏകദേശം 3.5 ഏക്കറോളം ഈ ഒരു കുളത്തിന്റെ വലുപ്പം വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഫ്രഷ് വാട്ടർ പോണ്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാ. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ശ്യാമെന്നുള്ള കൂട്ടാൻ വന്നായിരുന്നു. അവനാണെങ്കിൽ കഴിഞ്ഞ 1 മന്ത് ആയിട്ട് കാലിക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നേരെ വിട്ടത് അവൻ ഹോസ്റ്റലിലേക്കായിരുന്നു. ഹോസ്റ്റലെത്തിയതും അവിടെ കൊടുത്ത് ബാഗ് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ മൂട്ടശല്യമുള്ള കാര്യം മനസ്സിലായത്. കുറച്ച് മൂട്ടയുടെ കടയും കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല, അങ്ങനെ അടുത്ത റൂമിലേക്ക് വിട്ടു. പുതിയൊരു റൂം കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി. പിന്നെ മോർണിംഗ് ആയപ്പോൾ നമ്മൾ നേരെ ഓഫീസിലേക്ക് വിട്ടുട്ടോ. ഇതിന്റെ ഫസ്റ്റ് ഡേ ആണ്, സെക്കൻഡ് കമ്പനിയുടെ. ഫോണടിക്ക് നമ്മൾ ആദ്യം ഷാമിന്റെ ഓഫീസിലേക്ക്. അങ്ങനെ അവിടെ നേരെ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയെന്ന് അറിയില്ല, പുതിയ ആളുകൾ, പുതിയ ലൈഫ് സ്റ്റൈൽ എല്ലാം കൊണ്ടും ഡിഫറെന്റ് ആണ്. പിന്നെ ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ മൂട്ടയുടെ കടി മാത്രമേ കിട്ടാതിരുന്നിട്ടുള്ളൂ, പക്ഷെ കൊതുകിന്റെ കടി നല്ല കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റിലും മുഖത്തൊക്കെ കൊതു കടിച്ചതിന്റെ പാടായിരുന്നു. അങ്ങനെ ഇന്ന് ഓഫീസിൽ മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങാനും പറ്റി. അപ്പൊ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പൊ എന്തായാലും ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം.